വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ഫാമിലി കൃഷ്ണൻസ്. ഞാൻ ഉണ്ണികൃഷ്ണൻ. ഞാൻ വിദ്യ. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തീർച്ചയായും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേക്കടിയിലെ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്, ഹോട്ടൽ ട്രീ ടോപ്പ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. കുമളി തേക്കടി റോഡിൽ തേക്കടി ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി തേക്കടി ലേക്ക് ബോട്ടിങ്ങിലേക്ക് പോകുന്ന വഴിയിലുള്ള നല്ലൊരു അടിപൊളി ഹോട്ടലാണ് ഹോട്ടൽ ട്രീ ടോപ്പ്. ഇവിടുന്ന് തേക്കടി ലേക്കിലേക്ക് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പെരിയാർ ടൈഗർ റിസർവിനടുത്ത് ഏകദേശം ഒരു 4 ഏക്കറിന് മേളിൽ വിസ്തൃതിയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. മൂന്ന് തരത്തിലുള്ള സ്റ്റേ ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒന്ന് ഡീലക്സ് ഡബിൾ റൂംസ്, പിന്നെ കോട്ടേജസ്, പിന്നെ ഒരു ഫാമിലി ബംഗ്ലാവ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ കോട്ടേജസ് ആണ്. എല്ലാ കോട്ടേജസിനും ഒരു പ്രൈവറ്റ് സിറ്റ് ഔട്ട് ഉണ്ടാവും. ഇതാണ് ഞങ്ങൾ താമസിച്ച കോട്ടേജ് റൂം. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നല്ല നീറ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് എല്ലാ റൂംസിൻ്റെയും. നല്ല വലിപ്പമുള്ള ബാത്റൂംസാണ്. ഇതാണ് രാവിലെ പുറത്തേക്കുള്ള വ്യൂ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. കുരങ്ങന്മാരും മലയെണ്ണാനും ഒക്കെ ഇവിടുത്തെ സാധാരണ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡീലക്സ് ഡബിൾ റൂമിൻ്റെ ഉൾവശമാണ്. ഒരു കോമൺ ബാൽക്കണിയിൽ നിന്നാണ് നമ്മൾ റൂമിലേക്ക് പ്രവേശിക്കുന്നത്. റൂമിൻ്റെ അകം നോക്കിക്കഴിഞ്ഞാൽ ഫർണിഷിങ്ങിലൊക്കെ കോട്ടേജുമായിട്ട് ഇതിന് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. എല്ലായിടത്തും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം അവരൊരുക്കിയിട്ടുണ്ട്. പിന്നെ ബാത്റൂമും വളരെ സ്പേഷ്യസ് ആണ് എല്ലായിടത്തെയും. ഒരു തറയോട് പോലത്തെ ഫ്ലോർ ടൈലാണ് എല്ലാ റൂംസിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് നടക്കാനൊക്കെ. ഇതാണ് ഡീലക്സ് റൂമിൻ്റെ കോമൺ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. മോർണിംഗ് വാക്കിന് പോയി ശീലമുള്ളവരൊന്നും ഇവിടെ പോയാലും അത് മുടക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഉഗ്രം വാക്കിംഗ് പാത്സ് ഉണ്ട് എല്ലാ സ്ഥലത്തൂടെയും.
നടക്കാനുള്ള ട്രാക്സ് മാത്രമല്ല, അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ്, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളത് അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ വിശാലമായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നല്ലൊരു വെൽ എക്യുപ്ഡ് ജിമ്മുണ്ട്, നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടൊരു ആക്ടിവിറ്റി ഏരിയയും അവരവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോവിഡ് പ്രോട്ടോക്കോൾസ് പാലിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പോയ സമയത്ത് അവർ ഞങ്ങൾക്ക് ഇതിലൊന്നും എൻട്രി തന്നിരുന്നില്ല. അപ്പോൾ ഇനി റിലാക്സേഷൻ ഉണ്ടാവുന്നതനുസരിച്ച് ഇതിലേക്കുള്ള എൻട്രി അവർ വൈകാതെ തന്നെ റീഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കൂടാതെയുള്ള മൂന്നാമത്തെ സ്റ്റേ ഓപ്ഷനാണ് ഫാമിലി ബംഗ്ലോ. അത് ഒരു ബംഗ്ലോ ബിൽഡിങ്ങിൽ 4 റൂംസാണ്. ലാർജ് ഗ്രൂപ്പായിട്ട് പോകുന്നവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. എന്നാൽ ഓരോ ഫാമിലിക്കും അവരവരുടെ പ്രൈവസിയും കിട്ടും. അതാണ് ഈ ബംഗ്ലോ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് അവിടുത്തെ ഫാമിലി ബംഗ്ലോവിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ. ഞങ്ങൾ പോയിരുന്ന സമയത്ത് അവിടെ കുറച്ച് റിനോവേഷൻ വർക്ക്സ് ഒക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നത് കാരണം അകത്തെ കൂടുതൽ വീഡിയോസൊന്നും ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിൽ. തേക്കടിയിൽ ഞങ്ങൾ പരിചയപ്പെട്ട 3 പ്രോപ്പർട്ടിയും ഞങ്ങൾക്ക് റെഫർ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് കൃഷ്ണപ്രസാദാണ്. 2002 മുതൽ ടീം ട്രാവൽ വേൾഡ് എന്ന പേരിൽ ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് സജീവമായിട്ടുണ്ടവൻ. നിങ്ങൾക്ക് ട്രാവൽ ആൻഡ് ടൂറിസം സംബന്ധമായി എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ KP ആയിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. KPയുടെ കോൺടാക്റ്റ് നമ്പറും ടീമിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പൂളല്ലേ ഇവിടെ. പിള്ളേർക്ക് എല്ലാവർക്കും ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ സാധിച്ചില്ല നേരത്തെ പറഞ്ഞതുപോലെ. എന്തായാലും ഇനി പോകുമ്പോൾ ഞങ്ങളിവിടെ ഒന്ന് അടിച്ചു പൊളിക്കും. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ വലിയൊരു ഡൈനിങ് ഹാളും ഒരു പാർട്ടി ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് ഉണ്ട് ഇവിടെ. ഈ കാണുന്നത് ഫിഗാണ്. പിന്നെ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, സ്റ്റാർ ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് ഇവിടെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ഇനി അവിടെ കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. പിന്നെ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ കാണാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.